എൻ്റെ പേര് സിനി. എന്നെ സിനിമോൾ എന്ന് വിളിക്കും. എൻ്റെ പ്രായം 26. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. അമ്മ ഹൗസ് വൈഫാണ്. പേര് സുധ. അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛൻ്റെ പേര് നാരായണൻ. പിന്നെ ഒരു ചേച്ചിയുണ്ട്. പേര് നിത്യ. ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണെങ്കിലും ഒരു കുറവും വരുത്താതെയാണ് ഞങ്ങളെ അമ്മയും അച്ഛനും വളർത്തിയത്. പിന്നെ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വയസ്സ് 56. എങ്കിലും കണ്ടാൽ അത്രയും പ്രായം തോന്നിക്കില്ല. കൂലിപ്പണിയാണ്. ഇരുനിറമാണ് അച്ഛന്. ഐശ്വര്യമുള്ള മുഖം, നല്ല ആരോഗ്യമുള്ള ഫിറ്റായ ബോഡി. എനിക്കും പൊതുവെ ഇരുനിറമുള്ളവരോട് വലിയ ഇഷ്ടമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ വഴിയെ പറയാം. അച്ഛന് ദുശ്ശീലങ്ങളൊന്നുമില്ല. എന്നോടും അമ്മയോടും വലിയ സ്നേഹമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഞങ്ങളോട് പലർക്കും അസൂയ ഉണ്ടായിരുന്നു. ആ നാരായണൻ ചേട്ടൻ്റെ സ്നേഹം നോക്കിക്കേ മനുഷ്യ എന്ന് അയൽക്കാരിയായ വത്സലാൻറ്റി ഒരിക്കൽ അവരുടെ ഭർത്താവിനോട് പറയുന്നത് കേട്ടു. വത്സലാൻറ്റിയുടെ ഭർത്താവ് പലപ്പോഴും കഴിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. പിന്നെ അവിടെ വഴക്കും വക്കാണവുമൊക്കെ ആയിരിക്കും. അങ്ങനെ എൻ്റെ അച്ഛനോട് പലർക്കുമുള്ള അസൂയയും കണ്ണുവെക്കലും കൊണ്ടൊക്കെ ആവണം ജോലിക്കിടയിൽ അച്ഛന് ഒരു കാലിന് പരിക്ക് പറ്റി. പിന്നെ എണീക്കാനും നടക്കാനുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. കുറച്ചെന്നല്ല, കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ അച്ഛൻ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെയായി. ഞാനാണെങ്കിൽ അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാനായി കാത്തു നിൽക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞാനും വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു പണക്കാരുടെ വീട്ടു ജോലി കിട്ടി. രാവിലെ പോയാൽ വൈകുന്നേരമേ വരുള്ളൂ. അതുവരെ ഞാനും അച്ഛനും മാത്രമായിരിക്കും വീട്ടിൽ. പിന്നെ എൻ്റെ ചേച്ചി നിത്യ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. ചേച്ചിയുടെ ഭർത്താവ് ഒരു സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ എന്നെക്കുറിച്ച് കൂടുതലായി പറഞ്ഞില്ലല്ലോ. എന്നെ കാണാൻ നല്ല സുന്ദരിയാട്ടോ. വെളുത്തിട്ടാണ്. മെലിഞ്ഞിട്ടാണെങ്കിലും അത്ര മെലിഞ്ഞിട്ടല്ല. എല്ലാം ആവശ്യത്തിനുണ്ട്. പിന്നെ അഴകളവുകളൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഇനി കഥയിലേക്ക് വരാം. അങ്ങനെ ഞാനും അച്ഛനും മാത്രം വീട്ടിലുള്ള സമയം അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കുളിമുറിയിൽ കൊണ്ടുപോവുകയും എല്ലാം കഴിഞ്ഞ് അച്ഛന് വിളിക്കുമ്പോൾ അതുപോലെ താങ്ങി പിടിച്ച് വീൽ ചെയറിലിരുത്തി കട്ടിലിൽ കൊണ്ടുവന്നിരുത്തുകയും ചെയ്യും. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, മോള് കുറെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ബുദ്ധിമുട്ടായി അല്ലേ? അച്ഛൻ ഇതെന്തൊക്കെയായി പറയുന്നേ? ഒരു ബുദ്ധിമുട്ടുമില്ലെന്നേ. എൻ്റെ ചക്കരക്കുട്ടിയ, എൻ്റെ പുന്നാര മോള്, എൻ്റെ സുന്ദരി മോളെ, മോൾക്കും വേണ്ടേ ഒരു കൂട്ടൊക്കെ? അച്ഛൻ ഒരു ചിരിയാലെ എൻ്റെ കവിളിൽ തലോടി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് അച്ഛാ, എനിക്കും കൂടി ഒരു ജോലി ശരിയാവട്ടെന്നേ, എന്നിട്ട് ആലോചിച്ചാൽ പോരെ. പിന്നെ അപ്പോഴേക്കും അച്ഛനും സുഖമാവട്ടെ. പിന്നെ മോളുടെ കല്യാണത്തിന് വേണ്ടതൊക്കെ മോള് തന്നെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അച്ഛൻ ഈ അവസ്ഥയിലായത് കൊണ്ടാ. അതും പറഞ്ഞ് അയാൾ വിഷമത്തോടെ മുഖം താഴ്ത്തി. അത് കണ്ടപ്പോൾ ഞാൻ അച്ഛനെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അച്ഛാ ഇത്? ഇങ്ങനെ വിഷമിക്കാതെ. കുറെ സ്വർണവും പണവും ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ എന്നൊന്നുമില്ലല്ലോ. നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് വളരെ ചുരുങ്ങിയ ചിലവിൽ കല്യാണം നടത്താമെന്നേ. നമുക്ക് പിന്നെ കല്യാണത്തിന് വിളിക്കാൻ മാത്രം അധികം പേരൊന്നുമില്ലല്ലോ. കൊള്ളാലോ നീ. അപ്പോൾ എല്ലാ പ്ലാനും മനസ്സിലുണ്ടല്ലേ കൊച്ചു കള്ളി? അച്ഛൻ അതും പറഞ്ഞ് ചിരിച്ചു. ഉണ്ടച്ഛ, എല്ലാ പ്ലാനും മനസ്സിലുണ്ട്. മിടുക്കി. അതും പറഞ്ഞ് അച്ഛൻ ഒരു നോട്ടം നോക്കി. അങ്ങനെ ജീവിതം അത്യാവശ്യം സന്തോഷത്തോടെ പോകുമ്പോഴാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും തമ്മിൽ എന്തോ ചെറിയ ഉടക്കായി ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. ഇടയ്ക്ക് ചേച്ചിയും അച്ഛനെ പരിപാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചേച്ചിയും വീണ്ടും ഒരു മുറിയിലായി. രാത്രിയിൽ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കും, പിന്നെ ഉറങ്ങും. നിത്യ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആള് കാണാൻ വെളുത്ത സുന്ദരിയാണ്, മെലിഞ്ഞിട്ടാണ്. പിന്നെ എന്നെ പോലെയല്ല, നല്ല പഠിപ്പിസ്റ്റാണ്. ഉയർന്ന മാർക്കോടെയാണ് എപ്പോഴും പാസ്സായിട്ടുള്ളത്. ഞാനാണെങ്കിൽ ജസ്റ്റ് പാസ്സൊക്കെയായി തട്ടിയും മുട്ടിയും ഇവിടം വരെ എത്തിയെന്ന് പറയാം. പിന്നെ എനിക്ക് പണ്ട് മുതലേ ടീച്ചറാവണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ BA പഠിച്ച് ഇതുവരെ എത്തിയത്. നിത്യ ചേച്ചി പഠിക്കുന്ന കാലത്ത് തന്നെ ചേച്ചിയായിരുന്നു സ്കൂളിലെ സുന്ദരി റാണി.
ഒരുപാട് പയ്യന്മാർ പുറകെ ഒളിപ്പിച്ച് നടന്നതാ. 1-2 ലൈനൊക്കെ ഉണ്ടായിരുന്നു. രമേശേട്ടനായിരുന്നു ചേച്ചിയുടെ ലാസ്റ്റ് ലൈൻ. അത് വീട്ടിൽ പൊക്കി. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചേച്ചിയെ കെട്ടിച്ച് വിട്ടു. പിന്നെ രമേശേട്ടന് സർക്കാർ ജോലി ആയതുകൊണ്ടും കാണാൻ നല്ല സുന്ദരനായതുകൊണ്ടും ചേച്ചി ജീവിതം അടിച്ചു പൊളിച്ച് നടക്കുന്നു. പലപ്പോഴും ചേച്ചി കാശ് കൂടുതൽ ചിലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും ചേച്ചിയും രമേശേട്ടനും തമ്മിൽ എന്നും വഴക്കും വക്കാണോ. പിന്നെ രമേശേട്ടൻ്റെ വീട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. എങ്കിലും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ മൂത്ത സഹോദരൻ്റെ വീട്ടിലാണ് താമസം. അവരുടെ വലിയ വീടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായിയമ്മ പോരൊന്നുമില്ലാതെ ചേച്ചിയുടെ ജീവിതം അടിപൊളിയാണ്. പക്ഷേ ചേച്ചിയുടെ ഈ കാശ് ഒരുപാട് ചിലവാക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർക്കിടയിൽ വഴക്കുണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ രമേശേട്ടന് അധികം കാലമൊന്നും ചേച്ചിയില്ലാതെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ പിടിച്ചു കഴിയാൻ പറ്റില്ല എന്നെനിക്കറിയാം. കൂടിപ്പോയാൽ ഒരാഴ്ച. അപ്പോഴേക്കും രമേശേട്ടൻ വീട്ടിൽ വന്ന് സംസാരിക്കും. വീണ്ടും വീണ്ടും വിളി തുടങ്ങും അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. പിന്നെ ചിരിയും കളിയുമൊക്കെയായി കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്ന് പിന്നെ അവർ മടങ്ങും. ഇതാണ് സാധാരണയായി നടക്കാറ്. അല്ലെങ്കിലും ഇത്രയും സുന്ദരിയായ ചേച്ചിയെ ചേട്ടൻ എങ്ങനെ പിരിഞ്ഞിരിക്കാനാണ്? ഒരു സത്യം പറഞ്ഞാൽ എന്നേക്കാൾ സുന്ദരിയാണ് ചേച്ചി. പിന്നെ ഇത്തിരി മെലിഞ്ഞിട്ടാണെന്നേ ഉള്ളൂ. എങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി കഥയിലേക്ക് തിരികെ വരാം. അങ്ങനെ ഞാനും ചേച്ചിയും പഴയ പോലെ തന്നെ സംസാരവും തമാശ പറച്ചിലുമൊക്കെ തുടങ്ങി. പലപ്പോഴും ചേച്ചിയുടെ ബ്യൂട്ടി ടിപ്സൊക്കെ പരീക്ഷിക്കൽ തന്നെയായിരിക്കും പ്രധാന പരിപാടികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചേച്ചിയെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ രമേശേട്ടൻ ഇങ്ങോട്ട് വന്നത്. രമേശേട്ടൻ വീട്ടിൽ കൂട്ടാൻ വന്നാൽ പിന്നെ ചേച്ചി ദേഷ്യമൊന്നും കാണിക്കാറില്ല. വേഗം ചായയോ അല്ലെങ്കിൽ തണുത്ത സർബത്തോ എന്തെങ്കിലും കൊടുക്കും. അപ്പോഴേക്കും ഞാനും രമേശേട്ടനും ഓരോന്ന് സംസാരിച്ചിരിക്കും. പലപ്പോഴും സ്കൂളിനെ പറ്റിയും ജോലിയെ പറ്റിയുമൊക്കെ ആയിരിക്കും സംസാരം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ നോട്ടം അവിടെയും ഇവിടെയുമൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അല്ലെങ്കിലും കുറച്ച് ദിവസം ചേച്ചിയെ പിരിഞ്ഞിരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിൽ ചിരിച്ചു. പിന്നെ അങ്ങനെ ഞാൻ ചേട്ടനോട് ഓരോന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്ക് ജോലി ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് ചേച്ചിയും കൂട്ടി ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങി. അന്ന് പിന്നെ കുറച്ച് ദിവസമൊന്നും വീട്ടിൽ നിന്നിരുന്നില്ല. അങ്ങനെ എന്നോടും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചേട്ടൻ്റെ വക ഒരു ജോലി ശരിയായത്. ചേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെയാണ്. അവിടെ തൽക്കാലത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു എന്നോട്. എനിക്ക് എക്സ്പീരിയൻസ് ആവുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. നല്ല വലിയ സ്കൂളായിരുന്നു അത്. എന്നെപ്പോലെ ഒരാൾക്ക് ആദ്യമായിട്ട് അവിടെ ജോലി കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കി. അവിടെയുള്ള പ്രിൻസിപ്പൽ ചേട്ടൻ്റെ സുഹൃത്തായിരുന്നു. പ്രിൻസിപ്പൽ ഒരു മധ്യവയസ്കനാണ്. അയാളുടെ നോട്ടവും ഭാവവും എനിക്ക് അത്ര പിടിച്ചില്ല. മുൻപ് ചേട്ടൻ്റെ വീട്ടിലൊക്കെ വന്ന് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ പേര് ഗോവിന്ദൻ എന്നാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാവരുമായി നല്ല കൂട്ടായി. അവിടെയെല്ലാം നല്ല സ്വഭാവമുള്ള ടീച്ചർമാരായിരുന്നു. മാലതി, സുധ, മഞ്ജിമ, ബിന്ദു, വിനോദ്, റഷീദ്, ഇങ്ങനെ കുറച്ച് പേരാണ് സ്റ്റാഫ് റൂമിൽ. ഞാൻ അവരുമായൊക്കെ പരിചയപ്പെട്ട് നല്ല കമ്പനിയായി. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ദിവസം ഭംഗിയായി പെർഫോം ചെയ്തു. കുറച്ച് കുറുമ്പുള്ള പിള്ളേരാണെങ്കിലും നല്ല പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഞാൻ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ റഷീദ് സാർ നോക്കി എന്തോ കമൻ്റ് അടിക്കുന്നത് കണ്ടു. അയാൾ സാധാരണ അങ്ങനെ നോക്കാറില്ലാത്തതാണ്. മാത്രമല്ല അപ്പോൾ എൻ്റെ വേഷം സാരിയായിരുന്നു. സാർ എന്നെ തന്നെ നോക്കി മഞ്ജിമ മിസ്സിനോട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത് കണ്ടു. ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ചിലപ്പോൾ എന്നെ കാണാൻ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതാവും എന്ന് കരുതി ഞാനത് വിട്ടുകളഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. അപ്പോഴും അച്ഛൻ്റെ കാല് ഭേദമായിട്ടില്ലായിരുന്നു. മാത്രമല്ല എനിക്ക് ജോലി കിട്ടിയ അന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ ഇനി ജോലിക്ക് പോകണ്ട എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞതാ, വേണ്ട മോളെ, അവർ നല്ല വീട്ടുകാരാ മോളെ, എന്നെ വലിയ കാര്യമാ, ജോലിക്ക് പോകാമെന്ന്. അങ്ങനെ ഞാനും അതിന് സമ്മതിച്ചു. അപ്പോഴാണ് ചേച്ചി വീണ്ടും രമേശേട്ടനുമായി വഴക്കിട്ട് വീട്ടിലോട്ട് വന്നത്.
ചേച്ചിയുടെ വസ്ത്രം കണ്ട് ഞാൻ ഞെട്ടി. സ്ലീവ്ലെസ് ടോപ്പും ലെഗിൻസും. സാധാരണ ചുരിദാറും സാരിയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളാ ഇപ്പോൾ ആളാകെ മാറിപ്പോയല്ലോ. ആ, പുതിയ ബ്യൂട്ടി പരീക്ഷണമാവും, ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തവണ ചേച്ചിയും രമേശേട്ടനും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ ഊഹിച്ചെടുത്തു. അങ്ങനെ ചേച്ചി വന്നതോടെ ഞങ്ങൾ വീണ്ടും ആഘോഷിച്ചു. വീണ്ടും ഞങ്ങൾ ഒരു മുറിയിലായി. അങ്ങനെ ഞങ്ങൾ മുറിയിൽ വെച്ച് സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചിക്ക് ഒരു കോൾ വന്നു. സാധാരണ എൻ്റെ മുൻപിൽ വെച്ച് തന്നെ കോൾ എടുത്ത് സംസാരിക്കാറുണ്ടായിരുന്ന ചേച്ചി അന്നെന്തോ പുറത്ത് പോയി സംസാരിച്ചിട്ട് വന്നു. അപ്പോൾ ചേച്ചിയുടെ മുഖഭാവമൊക്കെ ഒരു എന്തോ പോലെയായിരുന്നു. അത് സന്തോഷമാണോ അതോ വേറെന്തെങ്കിലുമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ചേച്ചി ആരോടായിരിക്കും സംസാരിച്ചത്? എൻ്റെ മുന്നിൽ നിന്നും എന്തുകൊണ്ടായിരിക്കും കോൾ എടുക്കാതിരുന്നത്? എന്തായാലും ചേച്ചിക്ക് ഞാൻ അറിയാത്ത ഫ്രണ്ട്സൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല. എൻ്റെ മനസ്സിലൂടെ ഓരോ ചിന്തകൾ കടന്നുപോയി. പക്ഷെ ഞാനത് ചോദിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്നു. ചേച്ചി അപ്പോൾ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ട് മൊബൈലും നോക്കി കിടപ്പായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പാതിരാത്രി ഉറക്കം ഞെട്ടി ഉണർന്നപ്പോൾ ചേച്ചി ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് കണ്ടത്. പെട്ടെന്ന് ചേച്ചിയുടെ ഫോണിൽ ലൈറ്റ് തെളിഞ്ഞു. ഫോൺ വൈബ്രേഷൻ മോഡിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കി. ആരോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാണ്. ഞാൻ നോട്ടിഫിക്കേഷൻ ചുമ്മാ തോണ്ടി നോക്കി. അപ്പോൾ ലൈൻ 5 എന്ന പേരുള്ള ഒരാളുടെ മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ഇത് ചേച്ചിയുടെ 5ാമത്തെ കാമുകനയച്ച മെസ്സേജ് ആയിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ചേച്ചി ലൈൻ 5 എന്ന് പേരിട്ടത്? ഞാൻ ചിന്തിച്ചു. അത് കണ്ടതും ഞാൻ കിടന്നു. പക്ഷേ ആ മെസ്സേജ് എന്തായിരിക്കും? ആരായിരിക്കും അത്? എന്തായിരിക്കും അയച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് എൻ്റെ മനസ്സിലുള്ള ആകാംക്ഷ കൂടി. എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കിക്കാരം. ഞാൻ വീണ്ടും പതിയെ എഴുന്നേറ്റ് മൊബൈൽ കയ്യിലെടുത്തു. പിന്നെ പതിയെ ചേച്ചിയുടെ കൈ പിടിച്ച് ഫിംഗർ പ്രിൻ്റ് കൊണ്ട് മൊബൈൽ അൺലോക്ക് ചെയ്തു. എന്നിട്ട് വാട്സപ്പ് എടുത്ത് നോക്കി. അതിലെ ഓരോ മെസ്സേജും കണ്ടപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. പക്ഷെ കൂടുതലും ഞെട്ടിയത് അതിലെ ഫോട്ടോ കണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ചേച്ചിയും പിന്നെ ഒരാളും. ഓഹോ, അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലേ? ആദ്യമൊക്കെ എനിക്കത് ഇഷ്ടം തോന്നിയില്ലെങ്കിലും പിന്നീട് എനിക്കും എന്തോ ചെറിയ താല്പര്യം തോന്നി തുടങ്ങി. എന്തായാലും ചേച്ചി കൊള്ളാം, മിടുക്കി തന്നെ. ഞാൻ അത് മനസ്സിൽ ചിന്തിച്ച് ചിരിച്ചു. പിന്നീട് ഫോൺ പതിയെ ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് കിടന്നു. ചേച്ചി നല്ല ഉറക്കമായിരുന്നു. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. അതൊക്കെ കണ്ടിട്ടാവണം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഇരിക്കപ്പുറത്തില്ലാത്തതുപോലെ ആകെ മൊത്തം ഒരു അസ്വസ്ഥത. ഞാൻ കൈ നോക്കി. വേണ്ട വേണ്ട ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ എനിക്ക് ദാഹം തോന്നി. ഞാൻ അടുക്കളയിൽ ചെന്ന് വെള്ളം കുടിച്ചിട്ട് വരാമെന്നും കരുതി മെല്ലെ എണീറ്റു. അങ്ങനെ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അച്ഛൻ്റെ മുറിയിലോട്ട് പോയത്. ആ മുറിയിലെ കതക് കുറച്ച് തുറന്നിട്ടിരിക്കുന്നു. ഞാൻ മെല്ലെ ആ മുറിയിലേക്ക് നടന്നു.